നിങ്ങളുടെ കാറിനൊരു കിടിലം പെയിൻറ്റ് വേണം, അതും വളരെ എളുപ്പത്തിൽ. ഈസി കാർ പെയിൻറ്റ് എന്ന് പറയുന്ന ഈ ആഡിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ആഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ ബ്ലെൻഡറിൻ്റെ സൂപ്പർ ഹൈവ് എന്ന് പറയുന്ന, പണ്ട് ബ്ലെൻഡർ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ സാധനം ഇപ്പോൾ സൂപ്പർ ഹൈവ് എന്നാണ് പേര്. ഇവിടെ നിന്ന് ഈ $1 കൊടുത്ത് ഇപ്പോൾ $0.7, അതായത് 62 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ആഡ് വാങ്ങാം. അതുകൊണ്ട് ഞാനിതങ്ങ് വാങ്ങി. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കാണ് വരും. നമുക്ക് ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ആദ്യം ക്യൂബ് എടുത്ത് കളയാം. എഡിറ്റ് പ്രിഫറൻസ്, ഇവിടെ ആഡോൺസിൽ ഈ ആരോ ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക്, അവിടെ നമ്മുടെ ലൊക്കേഷനിൽ പോയി. ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ആഡോൺ. ഈ സിപ്പ് ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ഫ്രം ഡിസ്ക്, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് എനേബിളായി കിടപ്പുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കൊരു കാർ, ഒരു ഗ്രൗണ്ട് അതൊക്കെ സെറ്റ് ചെയ്യാം. അതിന് മുന്നേ കാർ ബ്ലെൻഡർ കിറ്റ് ആഡോണിൽ വന്നിട്ട് കാർ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഐ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോഴേ കാണുള്ളൂ. ഇതെല്ലാം പലതും ലോക്ക്ഡാണ്, കാരണം പെയ്ഡ് വെർഷനാണ്. അതുകൊണ്ട് ഇവിടെ വരിക ഫ്രീ ഫസ്റ്റ്. ഇതിൽ എനിക്കിഷ്ടപ്പെട്ടൊരു കാറാണ് ഇത്. ഞാൻ സെലക്ട് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ സീൻ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാം. സാധാരണ ഇൻസ്റ്റാൾ ചെയ്ത ആഡോണല്ല, ഈ സൈഡ് പാനൽ ഈ ഒരു ആരോ പ്രസ് ചെയ്താൽ മതി ഇതിനകത്ത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് താഴെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാണാം. അതല്ല, ഇതിൻ്റെ ഷോർട്ട് കീ ഉണ്ട്. കീബോർഡിൽ N പ്രസ് ചെയ്യുമ്പോൾ നമുക്കത് ഹൈഡ് ചെയ്യാം, എനേബിൾ ചെയ്യാം, ഹൈഡ് ചെയ്യാം, എനേബിൾ ചെയ്യാം. എനിവേ ഇത്രയും മെറ്റീരിയൽ ഉണ്ട്. $1 എന്തായാലും ഇത്രയും മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാവിഷാണ്. ഇത് മാത്രമല്ല, ഇത് കസ്റ്റമൈസബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ മറ്റ് സെറ്റിങ്സ് മാറ്റിയും തിരിച്ചു പോയി നമ്മുടെ രീതിയിൽ കൊണ്ടുവരാം. ഈ ബോഡി മെറ്റീരിയൽ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ബോഡി പാർട്ട് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ആ ടെക്സ്ചർ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇതല്ല എനിക്ക് വേണ്ടത്, ഒരു ഡുവൽ ടോൺ കളറാണെങ്കിൽ അത് ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഒരു ക്രിസ്റ്റൽ പാറ്റേൺ കൂടി അതിനകത്തുണ്ട്. ദെൻ ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പുതിയ ടാബ് എടുക്കുന്നു. ഇവിടെ വന്നിട്ട് ഷെയ്ഡ് എഡിറ്റർ. ഓരോ മെറ്റീരിയലിനും പല തരത്തിലുള്ള സെറ്റിങ്സ് ആയിരിക്കും വരുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാറുന്നതായിട്ട് കാണാം. നമ്മൾ ചില കസ്റ്റമൈസ്ഡ് കാർസിൻ്റെ പെയിൻറ്റ് കണ്ടിട്ടില്ല, ക്യാമഫ്ലാഷ് ടെക്സ്ചറും. ഈ ഒരു മെറ്റീരിയൽ സെർച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കസ്റ്റം പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള കളർ മാറും. ഇത്രയേ ഉള്ളൂ ഈ ആഡ്. വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, എന്നാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്കൊരു പെട്ടെന്നൊരു കാർ റെൻഡർ ചെയ്തെടുത്ത് അനിമേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി ഈ കളർ ചെയ്ത് സമയം കളയുന്നതിന് പകരം ഈ ഒരു ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്ത് ഓരോ പെയിൻറ്റ് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ പണി കഴിയും. ഈ ആഡ് ഓണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ചെന്ന് വാങ്ങാം. $1 ഉള്ളൂ. എനിവേ ഇതുപോലത്തെ മറ്റ് ആഡ് ഓൺസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ്.